ഹായ് അസ്സലാമു അലൈക്കും ഗുഡ് ഈവനിങ് വെൽക്കം ബാക്ക് ടു സെയിൻസ് വണ്ടർ വേൾഡ്. ഇന്ന് നമുക്ക് നല്ല നാടൻ പഴംപൊരി തയ്യാറാക്കാം കുറച്ച്. അപ്പോൾ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്നും പറയുന്ന പോലെ തന്നെ എൻ്റെ ചാനലായ സെയിൻസ് വണ്ടർ വേൾഡ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുക എന്നും ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടി ഞാൻ 2 കപ്പ് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ 2 കപ്പ് മൈദയിലേക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര, മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു പിഞ്ച് സാൾട്ട്, അതുപോലെ തന്നെ ഒരു പിഞ്ച് അപ്പക്കാരം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് മിക്സ് ചെയ്യുന്നത് ഇളം ചൂടുള്ള വെള്ളത്തിലാണ്. വെള്ളം ഇനി ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടി എടുക്കേണ്ടി വരും. ഇത് കട്ടയില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് ഓവറായിട്ട് ലൂസാവുകയും ചെയ്യരുത്, അധികം കട്ടിയാവുകയും ചെയ്യരുത്. ഒരു ഇഡ്ഡലി മാവിൻ്റെ ഒക്കെ ഒരു കൺസിസ്റ്റൻസിയിൽ എടുക്കാം. ഇതിനി കട്ടയില്ലാതെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് കട്ടയില്ലാതെ ഇളക്കിയിട്ടുണ്ട്. ഇതേ കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഞാൻ വീണ്ടും ഒരു 1/2 ഗ്ലാസ് കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇളം ചൂടുള്ള വെള്ളം തന്നെയാണ് ചേർത്തത്. ഇനി ഇതൊരു 6 മണിക്കൂർ ഇവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. 5 അല്ലെങ്കിൽ 6 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നതിന് ശേഷമേ പഴം പൊരിച്ചെടുക്കാൻ കഴിയുള്ളൂ. അപ്പോഴാണ് അതിൻ്റെ പെർഫെക്റ്റ് സ്ട്രക്ചറിൽ വരിക. അപ്പോൾ ഇനി നമുക്ക് ഇതൊരു 6 മണിക്കൂർ ഇവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഇവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന മൈദമാവ് നല്ല പാകമായി വന്നിട്ടുണ്ട്. ഇതേ കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. അതുപോലെ തന്നെ ഞാൻ പഴവും ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. എണ്ണ അവിടെ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് പൊരിച്ചെടുക്കാം. അപ്പോൾ ചൂടാക്കാൻ വെച്ച എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി ഓരോ പഴവും മൈദക്കൂട്ടിൽ മുക്കി എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം. ഇതുപോലെ ഓരോന്നും ഇട്ട് കൊടുക്കാം. ഒരു ഭാഗം പാകമായി വരുമ്പോൾ മറിച്ചിട്ട് വേവിച്ചെടുക്കാം. ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ റെഡിയാക്കി എടുക്കണം. ഇപ്പോൾ നല്ല അടിപൊളി ചായക്കട സ്റ്റൈലിലുള്ള പഴംപൊരി റെഡിയായി വന്നിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ചുട്ടെടുക്കാം. ഇപ്പോൾ ഞാൻ എല്ലാ പഴവും പൊരിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം എന്നെ കമൻറ്റിലൂടെ അറിയിക്കുകയും വേണം. അപ്പോൾ പുതിയ പുതിയ വിഭവങ്ങളുമായി വീണ്ടും കാണുന്നത് വരെ അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.